ദൈവത്തിൻ്റെ കാറ്റ്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ യഹോവയുടെ കയ്യാൽ പുറപ്പെടുവിച്ച് അസ്ഥി താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു. ഉത്തരം പ്രവാചകൻ പറഞ്ഞു, നമ്മളെപ്പോലൊന്നുമല്ല, ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. കർത്താവേ, നിനക്കറിയാം. വലിയ മറ്റു ഭാവങ്ങളൊന്നും കാണിക്കാൻ അദ്ദേഹം പോയില്ല. പ്രവാചകനാണെന്നോ ഇത്രയും ശക്തിയോടെ നിന്നാളാം. കർത്താവേ, നീ അറിയുന്നു. ഇത് ജീവിക്കുമോ? ഉള്ളത്തിൽ കണ്ടിട്ട് എന്തുവാ തോന്നിയെന്നൊന്നും അറിയത്തില്ല. സാധ്യതയില്ലെന്ന് എന്തായാലും നെഗറ്റീവ് കൺഫസ് ചെയ്താൽ അകത്തതുണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. എന്നാലും വേണ്ട വിധത്തിൽ അതിൻ്റെ വിടുതൽ എന്താണെന്ന് അറിയാൻ വയ്യാതിരുന്ന പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, നിനക്കറിയാം. നമ്മുടെ ചില വിഷയങ്ങളെ നോക്കുമ്പോൾ അസ്ഥിത്താഴ്വര പോലെ ഏറ്റവും ഉണങ്ങി ചിതറി അകത്തുനിന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ആ പ്രതീക്ഷയില്ലായ്മ അധരത്തിൽ വരാതെ, കർത്താവേ, നിനക്കറിയാം. നമ്മുടെ തലമുറയെ നോക്കി പ്രതീക്ഷയെല്ലാം നശിച്ചിരിക്കുന്നതിൻ്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് പറയാം, കർത്താവേ, നിനക്കറിയാം. എന്നെ ഈ അസ്ഥി താഴ്വരയെ കൊണ്ടുവന്നത് നീയാണെങ്കിൽ, നിന്റെ കൈ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതാണെങ്കിൽ നിനക്കറിയാം. അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവൻ എന്നോട് കൽപ്പിച്ചത് 4-ാം വാക്യം, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവീൻ. എന്തൊരു വിരോധാഭാസമാണെന്ന് ഓർത്തോണം കേട്ടോ. ഇവിടെ ജീവനോടിരിക്കുന്നതിനോടൊന്ന് കേൾക്കാൻ പറഞ്ഞ് അവരെ ഒന്ന് നേരെ ഇരുത്തി കേൾപ്പിക്കാൻ എന്തോ ഒരു പാടുപെടും. നിങ്ങളെ ആരെയും കുറ്റം പറയാമല്ല, അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്ന് സൂം മീറ്റിക്ക് കൊണ്ടിരുത്തി ഇവരുടെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യിപ്പിച്ചിരുത്താൻ എന്ത് പാടാണ്. ഓൺ ചെയ്യാത്തവരുള്ള പരാതിയല്ലേ? അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തതെന്ന് എനിക്കറിയാം. ഞാൻ ഈ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങ് പറഞ്ഞതന്നെ. യോഗത്തിനകത്ത് ഒരുത്തനെ കൊണ്ടുവന്നിരുത്തി തലകുമ്പിട്ടങ്ങ് ഇരിക്കുക, നേരെ നോക്കത്തില്ല. ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പം ചിലതൊന്നും മുഖത്ത് നോക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവന് പറയുമായിരുന്നു, അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. അവർക്ക് തീക്കട്ട പോലെ ജ്വലിക്ക് നിൽക്കുന്ന ഒരു ശുശ്രൂഷകനെ നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് വിഷയം. ചിലതിനെ ഒന്ന് കൊണ്ടുവന്നിരുത്തി ഒന്ന് വചനം കേൾപ്പിക്കാൻ നമ്മൾ ഇത്രയും പാടുപെടുമ്പം ഇവിടെ പ്രവാചകനോട് പറയുക, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കാൻ അതിനോട് പറയാൻ. കഷ്ടം. എന്തായാലും ഇതുപോലൊരു ശുശ്രൂഷയൊന്നും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇതുവരെ നമ്മളാരും ഇതുപോലുള്ള ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. ഇത്രയും കഠിനമായിട്ടുള്ളത് ചെയ്യാത്തത് കൊണ്ടാണ് പ്രവാചകൻ കണ്ടതുപോലുള്ള വിടുതൽ നമ്മൾ ഇതുവരെയും കാണാഞ്ഞതും. അതാണ് അതിൻ്റെ സത്യം. പ്രവാചകൻ അസ്ഥി താഴ്വരയിൽ നിന്ന് വലിയ സൈന്യം എഴുന്നേറ്റ് വരുന്നേ കണ്ടു, നമ്മളിതുവരെ കണ്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ആ വാക്യം വായിച്ചപ്പം എനിക്കുണ്ടായ ഒരു സന്തോഷം എന്താണെന്നറിയാമോ? ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു പ്രോസസ്സും അന്നേരം പറഞ്ഞില്ല പ്രവാചകനോട്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അത് ഏറ്റവും അവസാനത്തെ അല്ലയോ? അത് ഏറ്റവും അവസാനം സംഭവിച്ചതല്ലയോ? ഇതിനു മുമ്പ് ഇദ്ദേഹം പ്രവചിച്ചപ്പോൾ റാറ്റ്ലിംഗ് നോയ്സ് ഉണ്ടായി, അസ്ഥിയോട് വന്ന് ചേർന്നു, ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ അതൊരു സ്കെലിറ്റനായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട്
പിന്നെയും പ്രവചിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞപ്പം പ്രവചിച്ചുകൊണ്ടിരുന്നപ്പം ഹല്ലേലൂയ സ്തോത്രം, ഞരമ്പ് വന്നു, മാംസം വന്നു, ഹല്ലേലൂയ ത്വക്ക് പൊതിഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അപ്പോഴെങ്ങാനും ഈ പ്രവചനം നിർത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നാട്ടുകാരെല്ലാരും കൂടെ ഈ പ്രവാചകനെ തല്ലിക്കൊന്നേനേയും. കാരണം ശവങ്ങളായി കിടക്കുകയായിപ്പം. ഈ പരുവത്തിലിട്ടിട്ട് പോയാൽ അത് മുഴുവൻ അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ നാറ്റം വമിക്കാൻ തുടങ്ങും. ഒരു കാര്യം അതിനകത്തുനിന്ന് നാം പഠിക്കേണ്ടതുണ്ട്. പാതി വഴിക്ക് ഒന്നും ഉപേക്ഷിച്ചിട്ട് പോവരുത്. അത് നാറ്റം വെപ്പിക്കും. തമ്പുരാന് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഈ അവസാനത്തേതാ പറഞ്ഞിട്ടുള്ളൂ. ജോസഫിന് സ്വപ്നം കൊടുത്തത് നമുക്കറിയാം. മോശയോട് ജനത്തെ വിടുവിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞത് 10 ബാധയുടെ വല്ല കാര്യവും പറഞ്ഞില്ല. അയ്യോ, കനാനി കൊണ്ടുപോകാൻ പറഞ്ഞത് ഈ വഴി വെച്ച് ഈ ജനമെല്ലാം കൂടെ കാട്ടിക്കൂട്ടുന്ന കാര്യമെല്ലാം പറഞ്ഞില്ല. യോശുവ കൂടാരം വിട്ടുപിരിയാതിരുന്ന് അവനെ മോശയുടെ പിന്നിലാക്കി അവിടെ ചീട്ടിട്ട് ദേശം വിഭാഗിച്ചു കൊടുക്കാനാ പറഞ്ഞ്. ശിത്തിയും വിട്ട് ഗമേല് പോയതാ. അവിടെ ഈ യുദ്ധമെല്ലാം പറഞ്ഞില്ല. ദാവീദിനെ അപ്പൻ കുറെ സാധനങ്ങളൊക്കെ കൊടുത്ത് ജ്യേഷ്ഠന്മാരെ കാണാൻ വിട്ടു. അവിടെ ഒരു ഗോലിയാത്ത് നിപ്പുണ്ടെന്ന്, ഇത്രയും വലിയ വെല്ലുവിളിയാ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. എടാ, അവിടെ കൊടുത്ത ആ ജയത്തിന് മുമ്പിൽ ഇദ്ദേഹം വാളുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഇസ്രായേൽ കന്യകമാരൊരു പാട്ട് പാടി. ഈ ഒരു കൊച്ചു പാട്ട് ഇവന്റെ ജീവന്റെ പുറകെ ഈ ശൗല് നടക്കാനുള്ള കാരണമാകുമെന്ന് പറഞ്ഞില്ല. നമ്മോട് ദൈവം ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലതിൻ്റെ മേൽ ശ്വാസം വെപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജീവിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതൊന്നും ഇതുവരെ പറഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാതി വഴിക്ക് വെച്ച് നിർത്തിക്കളയല്ലേ. 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്: നീ പ്രവചിച്ച് കാറ്റിനോട് പറയണം, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നോ നീ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ഈ കാറ്റിവിടെ പ്ലേ ചെയ്ത ഒരു റോളുണ്ട്. നമുക്കതിനായിട്ട് സ്തോത്രം ചെയ്യാം. വേദപുസ്തകത്തിലുടനീളം ശ്രദ്ധിച്ചു നോക്കിയാൽ കാറ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പരിചയമുള്ള ഭാഗമായതുകൊണ്ട്. ദൈവം നോഹിയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. ആമേൻ, ഹല്ലേലൂയ. ദൈവം നോഹയെയും നോഹയുടെ കുടുംബത്തെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും ഓർത്തെന്ന്. ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കർത്താവിനോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഈ പെട്ടകത്തിനകത്ത് കയറി കിളിവാതിലും അടച്ച് ആകാശത്തിൻ്റെ കിളിവാതിലെല്ലാം തുറന്ന് ഭൂമിയുടെ ഉറവകളെല്ലാം തുറന്ന് ഇത്രയും വെള്ളമെല്ലാം കൂടെ പുറപ്പെടുവിച്ച് ഇവരെ ഇട്ടോണ്ട് ഈ കഷ്ടപ്പെടുത്തുമ്പോൾ നീ അങ്ങ് മറന്നുപോയോ? ഇപ്പം ഈ ഓർത്തെന്ന് പറയുന്നു. മറന്നുപോയെന്ന് നമുക്ക് തോന്നാം. പക്ഷേ യഹോവയെ ഓർപ്പിക്കുന്നവരെ അടങ്ങിയിരിക്കരുതെന്നൊരു വചനമുണ്ട്. തമ്പുരാൻ മറന്നുപോയി എന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ അവനെ ഓർപ്പിച്ചുണർത്താം. ദേശത്തിൻ്റെ കെടുതികളെ ഓർപ്പിക്കാം, ഉലച്ചിലുകളെ ഓർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ചിലതിൻ്റെയൊക്കെ
ഉറവകൾ തുറന്നു വിട്ടിരിക്കുന്നതെന്ന് ഓർപ്പിക്കാം. അയ്യോ ഈ വിഷയത്തിനകത്ത് കയറി കഥകടച്ചിട്ട് കുറെ കാലമായെന്നുള്ളതൊന്ന് ഓർപ്പിക്കാം. ഓർപ്പിച്ചില്ലേലും ഓർക്കും, തക്ക സമയമാകുമ്പോൾ ഓർക്കും. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ദൈവം നോഹിയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നോഹയെ ഓർത്തു. നോഹയെ ഓർത്തപ്പോൾ അവന്റെ കൂടെ നിൽക്കുന്ന ഒരിഴജാതിയെ പോലും ദൈവം വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ചില ഭക്തന്മാരുടെ കൂടെ നിന്നാൽ തമ്പുരാൻ നമ്മളെയും ഓർക്കും. ദൈവത്തെ അനുസരിക്കുന്ന ചിലതിൻ്റെ കൂടെ ഒരു കൂട്ടായ്മ, വിശ്വാസത്തോടെ പെട്ടകം പണിയുന്ന ചിലതിൻ്റെ കൂടെ ഒരു കൂട്ടായ്മ. തമ്പുരാൻ നമ്മളെയും ഓർക്കും. ഓർത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്ത ഒരു കാര്യം വായിക്കാം. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു യഹോവ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ദൈവസഭയെയും എൻ്റെ ദേശത്തെയും ഒക്കെ അവൻ ഓർത്തിരിക്കുന്നു? ഓർത്താൽ അതിൻ്റെ പുറകെ ഒരു കാറ്റുണ്ട്. കാറ്റ് വന്നാൽ വെള്ളം നിലയ്ക്കും. ചില വെള്ളങ്ങളൊക്കെ നിലയ്ക്കും. പെട്ടകത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, പെട്ടകത്തെ പിന്നെയും 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 പൊക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളം, പെട്ടകത്തോട് വാദിക്കുന്ന വെള്ളം, ഭൂമിയിലുള്ള മൊത്തം ഞാൻ മുക്കി, ഏറ്റവും വലിയ പർവ്വതത്തെ ഞാൻ മുക്കി, നിന്നെ ഞാൻ മുക്കുമെന്ന് വാദിക്കുന്ന ചില വെള്ളം, അത് നിലയ്ക്കുന്ന വിധത്തിൽ ഒരു കാറ്റ്. അടുത്ത ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ഈ വാക്കുകളുടെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു സിമ്പിൾ കാറ്റ് കേട്ടോ, വെറുതെ ഒരു കാറ്റ്. അങ്ങനെ ഒരു കാറ്റ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കും. കാണുന്നവർക്ക് ഈ കാറ്റ് പ്രതികൂലമാണ്. കാരണം ഓൾറെഡി ഇത്രയും വെള്ളമാണ്. ഒരു പിടിയില്ലാതെ ഓടുക പെട്ടകം. അതിൻ്റെ ഇടയിൽ ഈ കാറ്റും കൂടെ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ സ്റ്റിയറിംഗ് ഇല്ലാത്ത പെട്ടകമാണ്. നങ്കൂര ഇടാനൊക്കത്തില്ല, ഒന്നുമില്ല കേട്ടോ. ലൈഫ് ബോട്ടില്ല ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ. വേറെ ഒറ്റ പരിപാടി നടക്കത്തില്ല. ന്യായവിധിയുടെ വെള്ളത്തിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ പെട്ടകം, രക്ഷയുടെ പെട്ടകം. അതിന് പിന്നെ സൈഡ് ബിസിനസ് ഒന്നും നടക്കത്തില്ല. വേറെ ലൈഫ് ബോട്ടിലൊന്നും കയറി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അക്കരെ ജയിച്ചു കയറണോ? ഒറ്റ വാതിലുള്ള ഈ പെട്ടകത്തിനകത്ത് ഞാൻ വാതിലാകുന്നെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിലൂടെ ഇതിനകത്ത് കടന്ന് അക്കരെ പൊക്കോണം. ഹല്ലേലൂയ. പുറത്തു നിൽക്കുന്നവർക്ക്, കാണുന്നവർക്ക് ഇത് പ്രതികൂലമാണ്. പക്ഷെ പെട്ടകത്തോട് ചോദിച്ചാൽ പെട്ടകം പറയും, ഈ കാറ്റ് എനിക്ക് അനുകൂലത്തിനുള്ള കാറ്റാ. കാരണം ഇതെന്നെ അരാരാത്തിൽ ഉറപ്പിക്കുന്ന കാറ്റാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാറ്റ് എനിക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്, സ്തോത്രം ചെയ്താട്ട്, സ്തോത്രം ചെയ്താട്ട്. അങ്ങനെ ഒരു കാറ്റ് പുറപ്പെട്ടിരിക്കുന്നു. ഉറപ്പിക്കുന്ന കാറ്റ്. ഇനി ഉലയ്ക്കുന്ന കാറ്റല്ല കേട്ടോ, ഇത് ഉറപ്പിക്കുന്ന കാറ്റാണ്. അരാരാത്തിൽ ഉറപ്പിക്കുന്ന കാറ്റ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ, അല്ലയോ അരാരാത്തെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിന്നെ എന്തിനു വേണ്ടിയിട്ടാണോ തമ്പുരാൻ ഭൂമിയുടെ
ഉൽപ്പത്തി മുതൽ ഹല്ലേലൂയ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ പദ്ധതി നീ എന്തിനു വേണ്ടി കാത്തിരുന്നു? ആ സംഭവം ഉറയ്ക്കാൻ അടുത്തു വരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ ഒന്ന് പറയാം. ഹല്ലേലൂയ, ചില ശവക്കൂനകളല്ല നിന്നെ ഉറയ്ക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, പാപികളുടെ ഒരു കൂട്ടം ശവമല്ല, പകരം ദൈവത്തിന്റെ പെട്ടകം. ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ ദേശത്ത് ഇത് ഉറയ്ക്കും. നമ്മുടെ ദൈവസഭ ഉറയ്ക്കുമെന്നേ അവിടെ ആടിയാടി നിൽക്കുവാന്നോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അയക്കുന്ന ഒരു കാറ്റ് ചിലതിനെ ഉറപ്പിക്കുന്നു. ആമേൻ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കണം. അവിടെയും നമുക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കാറ്റ് കാണാൻ കഴിയും. വായിക്കാമോ? യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഭക്തന്റെ കയ്യിലൊരു വടിയും. ഇതിനു മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അഹരോന്റെ വടിയാണ് ഫറവോന്റെ മുമ്പിൽ ഇട്ടതും സർപ്പമായതും ബാക്കിയുള്ള ശകനവാദികളുടെയും ശുദ്രക്കാരുടെ എല്ലാം സർപ്പമായി തീർന്ന വടിയെ വിഴുങ്ങിക്കളഞ്ഞതും ഒക്കെ. പക്ഷെ മോശയുടെ വടി കുറച്ച് കഴിയുമ്പോൾ ദൈവം അതിനെ അഡ്രസ് ചെയ്യുന്നത് ദൈവത്തിന്റെ വടി എന്നാണ്. അത് ചിലതിനെ പിളർക്കുന്ന കാറ്റിനെ കൊണ്ടുവരാൻ കഴിയുന്ന വടിയാണ്. ഒരു രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ്, വലിയ ആഴിയുടെ ഉറവും ആകാശത്തിന്റെ കിളിവാതിലും ഒക്കെ അടയ്ക്കാൻ ഒരു കാറ്റ്. ഇവിടെ ചെങ്കടല് പിളർക്കാൻ ഒരു കിഴക്കൻ കാറ്റ്, കിഴക്കൂന്ന് വന്ന ഒരു കാറ്റ്. ഈ 4 വശത്തു നിന്നും കാറ്റിന് വരാം, പക്ഷെ ഒരു വശത്തു നിന്ന് മാത്രം. 4 കാറ്റും കൂടെ ഒന്നും വിളിച്ചു കൂട്ടി ചെങ്കടലിനെ അടിക്കുന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. എൻ്റെ നിങ്ങളുടെ മുമ്പിൽ വഴി മുടക്കി നിൽക്കുന്ന ചിലതിനെ പിളർക്കാനുണ്ടല്ലോ, തമ്പുരാന്റെ ഹല്ലേലൂയ പൂണിക്കകത്തെ ഒരു കൊച്ചു കാറ്റ് മതി. അതിന് ഈ ഭൂമിയിലുള്ള എല്ലാം കൂടെ ഒന്നും കയറി ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. ചെങ്കടൽ പിളർക്കും ഒറ്റ കാര്യം ചെയ്താൽ മതി. മോശേ, വിളിയുള്ള മോശേ, തീ കണ്ട മോശേ, അടുത്തിയെന്ന മോശേ, വിളിയുടെ ഉറപ്പ് പ്രാപിച്ച മോശേ, ഹല്ലേലൂയ സ്തോത്രം, കുഞ്ഞാടിന്റെ രക്തത്തിൽ മറഞ്ഞ മോശേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ജോസഫിന്റെ അസ്ഥി ചുമക്കുന്ന മോശേ, നിന്റെ കൈ നീട്ടി വെച്ചാ മതി. ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ ഉടനീളം അവരുടെ ജീവിതത്തിൽ മരുഭൂമിയിൽ 2 പെട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നൊരു ശവപ്പെട്ടിയ, 2 ഒരു നിയമപ്പെട്ടക. തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്ന ഈ ശവപ്പെട്ടി മരുഭൂമിയിലെ ദൈവസഭ ചുമന്ന ഒരു മരണത്തിന്റെ പെട്ടിയുണ്ട്. നല്ല ജോസഫാന്റെ അസ്ഥികളെ ചുമന്ന ഒരു പെട്ടകമുണ്ട്, ഒരു പെട്ടിയുണ്ട്. പുതിയ നിയമ ദൈവസഭ ചുമക്കുന്നത് മരണത്തിന്റെ പെട്ടിയല്ല കേട്ടോ. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ നല്ല ജോസഫാകുന്ന യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ചുമന്നുകൊണ്ടാണ് ഈ സഭ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ചുമക്കുന്ന ഒരു മരണമുണ്ട്. ഇന്ന് മധ്യാഹ്നത്തിൽ നമ്മളെ കേൾപ്പിച്ചു, മരിക്കരുതാത്ത ദേഹികളെ ജീവനോടെ ശേഷിപ്പിക്കുന്നതല്ല, ജീവനോടിരിക്കുന്നതിനെ മരിപ്പിക്കുന്ന അനുഭവം.
അവരുടെ ജഡത്തിൽ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്ന മരണം ഈ സഭ അവരുടെ ശരീരത്തിൽ ചുമക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവർ ചുമക്കുന്ന മറ്റൊരു കാര്യം. സന്ദർഭവശാൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ കിഴക്കൻ കാറ്റ് കടലിന് പ്രതികൂലമാകട്ടോ, കടലിന് പ്രതികൂലമാ. കാരണം ഈ കടലിന് പിളർക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഇതിന്റെ അടിത്തട്ട് വരെ ഉണക്കുന്ന ഒരു കാറ്റായത്. കടലിന്റെ അടിത്തട്ട് ഉണക്കി ഒരു ഹൈവേ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത് കുതിർത്തിട്ടിരുന്ന ഒരു സംഭവമുണ്ട്. ഹല്ലേലൂയ. ഈ ഹൈവേ എന്നുണ്ടാക്കിയതാണെന്നറിയാവോ? ഭൂമിയുടെ ഉൽപ്പത്തിക്ക് ഉണ്ടാക്കിയിട്ടതാ. ഇതിന്റെ അടിയിൽ ഒരു വലിയ പെരുവഴി. ആ ചുഴലിക്കാറ്റിനകത്തും സമുദ്രത്തിനകത്തും ഒക്കെ വഴിയുണ്ട്, പെരുവഴി. ഇത് ഒരുക്കിയിട്ടേക്കുമായിരുന്നു തന്റെ മക്കൾക്ക് വേണ്ടി. പക്ഷെ ചെങ്കടല് പറഞ്ഞു, ഞാൻ ഇതിനെ കുതിർത്തിടും. ചെങ്കടലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ അകത്ത് റെഡ് ആൽഗെ ഉണ്ട്. റെഡ് ആൽഗെ ഒരു തരം പായല, ചുവപ്പ് കളറിലെ പായല. അതുകൊണ്ടാണ് ഇതിനെ ഈ വെള്ളത്തെ ചുവപ്പായിട്ട് തോന്നിക്കുന്നത്. ഈ പായലെല്ലാം കൂടെ പറഞ്ഞു, ഇനിയും വഴിയുണ്ടേലും ഞങ്ങള് ഇറങ്ങുന്നവനെ തെന്നിച്ച് വീഴിക്കും. വാദിച്ച് നിൽക്കുന്ന കടലിന് ഇത് പ്രതികൂലമാ. കാരണം അവൻ എത്ര കാലമായിട്ട് കുതിർത്തിട്ടിരുന്ന വഴിയാന്നറിയാമോ? ഹല്ലേലൂയ. ദൈവമയച്ച കാറ്റതിനെ ഉണക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കുതിർത്തിട്ടിരുന്നത്, അവൻ മറച്ചിട്ടിരുന്നത്, ഹല്ലേലൂയ, കനാനിലേക്ക് കയറ്റാതെ വണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, മറച്ചിട്ടിരുന്നത്, ആ വഴിയെ ഇനി കയറിയാലും തെന്നിക്കുമെന്ന് വാദിച്ചതിനെ ഉണക്കുന്ന ഹല്ലേലൂയ കാറ്റായത് കടലിന് പ്രതികൂലമാ. ഇത് കടലിന് പ്രതികൂലമാ. അയ്യോ, മാത്രമല്ല ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, പിറകെ വരുന്ന ഫറവോനും സൈന്യത്തിനും ഇത് പ്രതികൂലമാ. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് ഇത് അനുകൂലമാ. ചുറ്റുപാടുമുള്ള സകലതിനും, നാം ആയിരിക്കുന്ന ചില സിസ്റ്റത്തിന് പോലും പ്രതികൂലമായിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അനുകൂലമാക്കുന്ന ഒരു കാറ്റ് പുറപ്പെട്ടു വരുന്നു. ഒരു കാറ്റ് പുറപ്പെട്ടു വരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോയി. അതിനു മുമ്പ് ഹല്ലേലൂയ സംഖ്യാപുസ്തകത്തിലേക്ക് പോകാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കണം. സംഖ്യാപുസ്തകം 11-ന്റെ 21. അപ്പോൾ മോശ, എന്നോട് കൂടിയുള്ള ജനം 6,00,000 കാലാളുണ്ട്. 1 മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അതാണ് 21-ാമത്തെ വാക്യമാണോ വായിച്ചേ? അവിടെ കാറ്റിനെ കുറിച്ച് പറയുന്ന ആ ഭാഗം 11-ാം അധ്യായം 31-ാം വാക്യം വായിക്കും. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു പാളയത്തിന് സമീപത്ത് 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും 1 ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട്ട് ഏകദേശം 2 മുഴം അടുക്ക് പറന്നു നിൽക്കുമാറാക്കി. ആമേൻ. ഇവിടെയും യഹോവ അയച്ച ഒരു കാറ്റ്. അസ്ഥിതാഴ്വരയിൽ നമ്മൾ 4 കാറ്റിനെ കുറിച്ച് വായിച്ചു കേട്ടോ, ഞാൻ അതിലേക്ക് വരും. ഇവിടെയും ഒറ്റ കാറ്റ്. ഏത് ദിക്കിൽ നിന്ന് വന്നു എന്ന് നമുക്ക് അവിടെ അറിയില്ല. എന്നാൽ 78-ാം സങ്കീർത്തനത്തിലേക്കൊന്ന് പോയി. 78-ാം സങ്കീർത്തനത്തിൻ്റെ 26, 27 വാക്യങ്ങൾ വായിക്കാമോ? 78-ാം സങ്കീർത്തനം.
അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്ന് ഹല്ലേലൂയ സ്തോത്രം നാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് വാസ്തവത്തിൽ കടലിൽ കിടന്ന ലിവ്യാഥാന്റെ തലയെ തകർത്ത് അവൻ മരുവാസികൾക്ക് ആഹാരം കൊടുക്കുകയായിരുന്നു. കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കാടപ്പക്ഷിയല്ല, കടലിൽ കിടന്ന ലിവ്യാഥാനെ ഈ കാറ്റ് വന്ന് അടിച്ചു. അതിൻ്റെ മാംസം ചിതറിയിട്ട് അതിനെ 2 മുഴം പൊക്കത്തിൽ, എന്തൊരു സംവിധാനമെന്ന് ആലോചിച്ച് നോക്കി. മരുഭൂമിയിലോട്ടാണ് വന്ന് വീണ ഇതങ്ങ് മണ്ണിനകത്ത് കുഴയത്തില്ലയോ? എങ്ങനെ ഇത് വൃത്തിയാക്കിയെടുക്കും? തമ്പുരാൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് നീറ്റായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നറിയാവോ? മന്ന കൊടുത്തപ്പം മഞ്ഞിനകത്ത് പൊതിഞ്ഞു കൊടുത്തു, മണ്ണിലിട്ട് കുഴച്ചല്ല കൊടുത്തത്. നിനക്ക് തരുമല്ലയോ, നീ എന്താണെങ്കിലും ഇച്ചിരി ദുശാഠ്യമൊക്കെ ഉള്ള ജനമല്ലയോ, ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിച്ചാൽ മതിയെന്ന്. ഇല്ല, തമ്പുരാൻ എന്തേലും നമുക്ക് തരുമ്പം അവൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, രാജാവ് തരുമ്പം രാജോദിത്യം പോലെ തരുത്തുള്ളൂ, അവൻ്റെ പ്രൗഢിക്ക് ഒത്തവണ്ണേ തരുത്തുള്ളൂ, അവൻ്റെ മനസ്സിനൊത്തവണ്ണേ തരുത്തുള്ളൂ. നമ്മൾ കൊടുത്താലാ ഇങ്ങനെയൊക്കെ മണ്ണിലിട്ട് ഉരുട്ടിയൊക്കെ കൊടുക്കുന്നു. പക്ഷിയെ പിടിക്കണ്ട, അറക്കണ്ട, തൂവല് പറിക്കണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടോ. ക്ലീൻ കടലിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കഴുകി കാറ്റാണ് പറപ്പിച്ച് കൊണ്ടുവന്നത്. ഒരു കുഞ്ഞിന് പോലും എടുത്ത് കറി വെച്ച് ഭക്ഷിക്കത്തക്കവണ്ണം പീസാക്കി. ഇവിടെ ഞങ്ങൾക്ക് കടയിലോട്ട് ചെന്നാൽ ചിക്കൻ കട്ട് പീസ് 12 കട്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് എടുത്തോണ്ട് ട്രേക്കകത്ത് എടുത്തോണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് ഒന്നും ചെയ്യണ്ട. പണ്ട് നമ്മളൊരു കോഴിയെ കറി വെക്കണമെങ്കിൽ പിള്ളേരെ വിടും, കോഴിയെ പിടിക്കാൻ വിടും. അതിനെ ഉള്ളിടത്ത് വിട്ട് ഓടിച്ച് പിടിച്ച് പിന്നെ കൊണ്ടുവന്ന് അപ്പച്ചൻ കൊണ്ടുവന്ന് അതിനെ മുറിക്കുന്നവർ നിങ്ങളാരും കണ്ടിട്ടില്ല. ഇനി എങ്ങാനും പാതി വഴിക്കാ ഇതിൻ്റെ കഴുത്ത് മുറിഞ്ഞിട്ട് കൈ വിട്ടു പോയെങ്കിൽ അതും കൊണ്ട് ഈ കോഴി ചുറ്റുപാട് ഓടുന്ന ഒരു ഓട്ടമുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഞാനിത് പറയുമ്പം തമാശ പറയാമെന്ന് വിചാരിക്കരുത്. യഹോവ ഇരേ ശ്രേഷ്ഠമായി തരുന്നവനാ, അവൻ ശ്രേഷ്ഠമായി തരുന്നവനാ. ഇവിടെ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് കൊണ്ടുവന്ന് മരുവാസികൾക്ക് കൊണ്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ കാറ്റ് ലിവ്യാഥാന് പ്രതികൂലവ കേട്ടോ. പക്ഷേ ഇസ്രായേലിന് അനുകൂലമാണ്. വലിയ കപ്പലിനെ പോലും തൻ്റെ ഒരു വാലറ്റം കൊണ്ട് മറിച്ചു കളയുവാൻ കഴിയുന്ന ലിവ്യാഥാന്മാരെ പോലെയുള്ള ചിലതിന് പ്രതികൂലമായ കാറ്റ് മരുഭൂമിയിൽ വെറുതെ ടെൻ്റടിച്ച് കിടക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് അനുകൂലം. അങ്ങനെ ഒരു കാറ്റ് പുറപ്പെട്ടു വരുന്നു. വിശ്വസിക്കാമോ? ചില ശക്തന്മാരായിട്ടുള്ള ചിലർക്ക്, ഞാനിത് പറയുമ്പോൾ മനുഷ്യരെ കാണല്ലേ, അവരുടെ പിന്നിലുള്ള ശത്രുവിനെ കണ്ടോണം. അവർക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന പലതും എനിക്കും നിങ്ങൾക്കും തൃപ്തി വരുത്തുന്ന ഒരു കാറ്റ്. പിന്നെ അവരുടെ പിറുപിറുപ്പും കയ്യിലിപ്പും മുഖാന്തരം ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. അതവിടോട്ടൊന്ന് മാറ്റി നിർത്താം.
നമ്മളും അത് ചെയ്യാതിരിക്കാമെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ഇത് അനുഭവിക്കാനായിട്ട് കഴിയും. എനിക്ക് തൃപ്തി വരുത്തുന്ന കാറ്റ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. എല്ലാം പരിചയമുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആരും കേൾക്കുന്നതൊന്നും പുതിയതൊന്നും ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എങ്കിലും ഇന്നത്തേക്ക് കർത്താവ് നമ്മളെ ഉറപ്പിക്കാൻ പറയുകയാണ്. 2 രാജാക്കന്മാർ സംസാരിച്ചും കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അയ്യോ ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും ഈ ചുഴലിക്കാറ്റ് സേഫായിട്ട് എന്തിനെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും ലാൻഡ് ചെയ്യിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉള്ളതിനെയെല്ലാം ചുഴറ്റി അടിച്ച്, ഒരു തെങ്ങാണെന്നുണ്ടെങ്കിൽ അതിനെ 4 കഷ്ണമാക്കും. അപ്പോൾ ഞാൻ ആ ഭാഗം പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. മുകളിലോട്ട് ഒരു 80 കിലോ ഭാരമെന്നങ്ങ് എടുത്തു, ഒരു നോർമൽ മനുഷ്യനാണെന്ന് വിചാരിച്ചു. ഒരു 80 കിലോ ഭാരമുള്ള ഏലിയാവിനെ മേളിലോട്ട് കൊണ്ടുപോയ കാറ്റ് അതിൻ്റെ താഴെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഏലീശയ്ക്ക് വേണ്ടി അവൻ്റെ തോളിൽ നിന്ന് വീഴുന്ന പുതപ്പിനെ ഒന്നും ചെയ്തില്ല. ഇരട്ടിപ്പങ്ക് പ്രാപിക്കാൻ കാത്തിരിക്കുന്ന ദൈവവൈതലേ, ഓരോ ചുഴലിക്കാറ്റിനും നിന്റെ അഭിഷേകത്തെ, നിന്റെ പങ്കിനെ, നിന്റെ ഓഹരിയെ പറപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് നിന്റെ കയ്യിലെത്തണം. കാരണം നീ തിരിച്ചു പോകുമ്പോൾ നിന്നാൽ വിഭാഗിക്കപ്പെടേണ്ടുന്ന ഒരു യോർദാൻ പുറകിലുണ്ട്. തമ്പുരാൻ അതറിയാം. അത് നമ്മുടെ കയ്യിൽ തന്നെ തന്നു വിടും. മറ്റൊരു കാര്യം ഓർത്തോണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവർ 2 പേരും കൂടി ഇങ്ങനെ കുശല പ്രശ്നമൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹിൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പോകാൻ നേരമായി, എന്നെ എടുക്കാൻ നേരമായി. ഇപ്പോഴൊക്കെ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ പൊക്കോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഞാൻ നിന്നെ വിടത്തില്ല. ദൈവിക വെളിപ്പാടും ദൈവിക ശക്തിയും ദൈവത്തിൻ്റെ ആലോചനയുമുള്ള ചിലതിൻ്റെ കൂടെ നിന്നോണം. നമുക്ക് എന്തേലും ഒരു വിഷയം വരുമ്പം, അയ്യോ അങ്ങനെയാണോ, അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമാകട്ടോ, അയ്യോ ഭയങ്കര, അപ്പുറത്തെ കുഞ്ഞമ്മാമിക്കും ഇത് തന്നെ ആയിരുന്നു പ്രശ്നം, ഇത് ഇപ്പം എന്തോ ചെയ്യാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ശക്തിയും കൂടെ ചോർത്തിക്കളയുന്നതിൻ്റെ കൂട്ടത്തിൽ നിൽക്കരുത്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ കൂട്ടങ്ങ് വിട്ടേക്കണം, പിണങ്ങരുത്. ഹല്ലേലൂയ, സ്തോത്രം. അവരോട് പരിഭവം വേണ്ട, പക്ഷേ ഹല്ലേലൂയ, കീപ് ദ റിലേഷൻഷിപ്പ് ബട്ട് നോട്ട് ദ ഫെലോഷിപ്പ്. ബന്ധം സൂക്ഷിച്ചോണം, പക്ഷേ കൂട്ടായ്മ ആരുമായിട്ടാണെന്നുള്ളത് ഓർത്തോണം. ശൗല് പറഞ്ഞു, നീ നല്ല മോനാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദാവീദിന്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ദാവീദ് അല്ലെങ്കിൽ ശൗലിന്റെ പാനപാത്രവും കുന്തവും എല്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ബന്ധം പുതുക്കി. പക്ഷേ ശൗലിന്റെ കൂട്ടായ്മയ്ക്ക് അവൻ പോയില്ല. നിന്റെ കൂടെ ഞാൻ കൊട്ടാരത്തിലൊന്നും വരത്തില്ല, എന്നെ കൊട്ടാരത്തിൽ കയറ്റാൻ തമ്പുരാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. എന്നെ ഹല്ലേലൂയ രാജത്വം പുതുക്കി ഇസ്രായേൽ ജനം ഹല്ലേലൂയ വന്ന് കൊണ്ടുപോയി ആ സിംഹാസനത്തിലെത്തും, അന്നേ ഞാൻ വരുന്നുള്ളൂ. നീ ഇപ്പൊ പൊക്കോ. ദുരാത്മാവുള്ള നിന്റെ കൂടെ ഞാനില്ല, അഭിഷേകം നഷ്ടപ്പെട്ട നിന്റെ കൂടെ ഞാനില്ല. പക്ഷേ നിന്നെ ഞാൻ ഉപദ്രവിക്കത്തുമില്ല, നിനക്കെതിരായിട്ടൊരു വാക്ക് പറയത്തുമില്ല, നീയുമായിട്ടുള്ള ബന്ധവും സന്തോഷവും എല്ലാം ഉണ്ട്. ഇതൊരു ഭയങ്കര പ്രിൻസിപ്പിളാകട്ടോ. കീപ് ദ റിലേഷൻഷിപ്പ് ബട്ട് നോട്ട് ദ ഫെലോഷിപ്പ്. ബന്ധം ആരുമായിട്ട് എല്ലാവരുമായിട്ടും സൂക്ഷിച്ചോണം, പക്ഷേ കൂട്ടായ്മ ബന്ധം ആരുടെ കൂടാണെന്നുള്ളത് ശോധന ചെയ്തോണം. ഹല്ലേലൂയ. അവിടെ ഇതാ ഒരു കാറ്റ്, ഒരു ചുഴലിക്കാറ്റ് കേട്ടോ. ഈ വേദന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ചുഴലിക്കാറ്റ് ഒരു ഭക്തനെ അങ്ങ് മുകളിലോട്ടെടുത്തു. അത് വേദനയുള്ളതാ. സെപ്പറേഷൻ ഈസ് ഓൾവേസ് പെയിൻഫുൾ. ചില ചുഴലിക്കാറ്റുകൾ ചില വേർപാടിനെ കൊണ്ടുവരും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം,
ഭക്തന്റെ കൂടെ ചേർന്ന് നിന്ന, ഹല്ലേലൂയ സ്തോത്രം, ഇരട്ടി പങ്ക് ആഗ്രഹിച്ച് വീണ്ടും ഓടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഞാൻ പറയട്ടെ, ചേറ്റിൽ നിന്ന് നിന്നെ പുതപ്പിട്ട് വിളിച്ചു കയറ്റിയവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ചില ഭക്തന്മാരുടെ കൈക്ക് വെള്ളം ഒഴിപ്പിച്ച് നിന്നെ കൊണ്ട് നടത്തിയവൻ, ഹല്ലേലൂയ, ഒരു ചുഴലിക്കാറ്റ് കൊണ്ട് നിന്നെ അവനിൽ നിന്ന് വേർപെടുത്തുമ്പോൾ, ഹല്ലേലൂയ, അത് വേദന ഉളവാക്കുന്നതാണെങ്കിലും താഴെ പ്രതീക്ഷയോടെ നിൽക്കുന്ന നിനക്ക് ഇരട്ടി പങ്ക് തരുന്ന കാറ്റാത്. പിന്നീടുള്ള നിന്റെ യാത്ര അവന്റെ കൂടെ യാത്ര ചെയ്തതുപോലെയല്ല, ഒറ്റയ്ക്കായിരിക്കും, പക്ഷേ ഇരട്ടി പങ്കുണ്ട്, ഇരട്ടി പങ്കുണ്ട്, ഇരട്ടി പങ്കുണ്ട്. ജീസസ്, വേർപാടുകൾ കൊണ്ടുവരുന്ന ചില ചുഴലിക്കാറ്റ് ഒരു പ്രവാചകനെ ഇസ്രായേലിന് സമ്മാനിച്ചു. ഒരുത്തനെ മുകളിലോട്ടങ്ങ് കൊണ്ടുപോയി. ആ സെപ്പറേഷൻ പെയിൻഫുൾ ആയിരുന്നു, പക്ഷെ ഇത് രണ്ടു പേർക്കും പ്രയോജനമായിരുന്നു ഈ ചുഴലിക്കാറ്റ്. ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, ഈ ചുഴലിക്കാറ്റ് നിമിത്തം ഐ എസ്കേപ്ഡ് ഡെത്ത്, ഞാൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഐ ഡിഡ് നോട്ട് ടേസ്റ്റ് ഡെത്ത്, മരണത്തെ ഞാൻ ആസ്വദിച്ചില്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏലീശയോട് ചോദിച്ചാൽ ഏലീശ പറയും, ആ സെപ്പറേഷൻ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു, പക്ഷേ എനിക്ക് ഇരട്ടി പങ്ക് കിട്ടി. ഹല്ലേലൂയ. യോനായുടെ പുസ്തകത്തിലേക്ക് പോയാൽ വേറെ ഒരു കാറ്റ് കാണാൻ കഴിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാറ്റ് പറയാൻ കേട്ടോ. ഈ പറഞ്ഞതെല്ലാം കാറ്റും കിഴക്കൻ കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ ആയിരുന്നു. യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യഹോവയോ സമുദ്രത്തിങ്കൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, ഹല്ലേലൂയ, കപ്പൽ മതി, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇതാ ഒരു പെരുങ്കാറ്റ്, ഒരു ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ. അത് പെരുങ്കാറ്റെന്നൊക്കെ പറയണമെങ്കിൽ അല്ലെങ്കിൽ സുനാമി കൊണ്ടുവരുന്ന കാറ്റോ അല്ലെങ്കിൽ അതുപോലത്തെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാറ്റായിരുന്നിരിക്കണം അത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ചുരുക്കത്തിൽ ഞാനങ്ങ് പറയാം, ഈ കാറ്റ് ശരിക്കും പറഞ്ഞ യോനയ്ക്ക് പ്രതികൂലമാണ്. അവൻ്റെ ശാരീരിക മണ്ഡലത്തിന് പ്രതികൂലമാണ്, അവൻ്റെ ആത്മാവിന് അനുകൂലമാണ്. കാരണം അവനെ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടിരുന്ന കാറ്റായത്. അപ്പൊ ഇങ്ങനെയും ചില പെരുങ്കാറ്റടിക്കും. നമ്മുടെ ഭൗതിക മണ്ഡലങ്ങൾക്ക് അത് പ്രതികൂലമാണ്, പക്ഷേ നമ്മുടെ ആത്മാവിന് അത് അനുകൂലമാണ്. ഇങ്ങനെ ചിലതൊക്കെ അടിച്ചോണ്ടല്ലയോ ഇന്ന് നമ്മൾ പലരും ഈ വിശ്വാസകോളത്തിൽ തന്നെ ഉള്ളത്. ഇല്ലേ നിഗളിച്ച് എവിടെ പോയേനെ, വിളിയും വിട്ട് തർശീശിലും ഒക്കെ കുറ്റിയടിച്ചേനെ. പുസ്തകത്തിനകത്ത് കാണുമായിരുന്നോ യോന? അവൻ എഴുതിയ പുസ്തകം കാണുമായിരുന്നു? ഇല്ല. തർശീശിൽ എവിടെയും ഏതേലും ഒരു കപ്പലിന് എന്തേലുമൊക്കെ കാണിച്ചോണ്ടോ അവിടെ പോയി എന്തേലും ഒരു പരിപാടി ചെയ്ത് പുള്ളി തീർന്നേനെ. പക്ഷെ അവൻ പ്രവാചകനായി അവസാനിക്കാൻ അവൻ്റെ നേരെ അടിച്ച കാറ്റ്. ഇത് കപ്പലിന് പ്രതികൂലമാണ്, കപ്പലിലുള്ളവർക്ക് പ്രതികൂലമാണ്, യോനയ്ക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ടല്ല ഭൗതിക തലത്തിൽ പ്രതികൂലമാണ്. ഒക്കെ പ്രതികൂലമാണെങ്കിലും ഇത് നിനവയ്ക്ക് അനുകൂലമാണ്. ഒരു പ്രവാചകനെ അവിടെ കൊണ്ടുചെല്ലാൻ വേണ്ടി തമ്പുരാൻ അടുപ്പിച്ച പെരുങ്കാറ്റായത്. ഞാനിതൊരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചൊരു സംഭവം. ആ ദൂതികൾ ഇങ്ങനെ കയറി വരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പം വേറൊരു കാറ്റ് കാണാം. പിന്നെ പുതിയ നിയമത്തിലോട്ട് പോയാൽ ഇഷ്ടം പോലെ കാറ്റുണ്ട്. ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും പോകുന്നില്ല. ഈശാനമൂലൻ എന്ന് പറയുന്ന കാറ്റ്, അവിടോട്ടൊക്കെ ഞാൻ പോകുന്നില്ല. ഈശാനമൂലൻ അടിച്ചാൽ നേരെ റോമിലേക്ക് പോകണ്ട ചില പൗലോസുമാർ മെലിത്തയിലെത്തും. പൗലോസ് മെലിത്തയിൽ ചെന്നാൽ ചില ഇഴജന്തുക്കളുടെ കംപ്ലീറ്റ് പരിപാടി അവിടെ അവസാനിക്കും. കടിച്ചു തൂങ്ങുന്ന ചിലതിനെ തീക്കിരയാക്കുന്ന
ഒരു ഈശാനമൂലൻ. ആ ഭാഗം ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് വിടുക. നമ്മുടെ കപ്പലിനെ തകർക്കത്തക്കവണ്ണം ഈശാനമൂലൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഒരു മെലിത്ത നമുക്ക് വേണ്ടി തമ്പുരാൻ കാത്തുവെച്ചിട്ടുണ്ട്. അവിടെ ചിലതിനെ കൊടയാൻ വേണ്ടി ഈ കാറ്റ് നമ്മളെ അവിടെ കൊണ്ടുവരില്ല. സ്തോത്രം. അതങ്ങനെ പറഞ്ഞു വിടുക. അവസാനത്തെ കാറ്റ് പറയാം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കൊടിയ കാറ്റ്, കൊടിയ കാറ്റ്. വാസ്തവത്തിൽ ഈ കാറ്റ് യഹൂദ ജനത്തിന് മൊത്തം പ്രതികൂലമായിരുന്ന കാറ്റാണ്. പക്ഷേ മാളിക മുറിക്കകത്ത് കൂടിയിരുന്ന വിരലേൽ എണ്ണാൻ പറ്റുന്ന 120 എണ്ണത്തിന് അനുകൂലമായ കാറ്റ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കാറ്റ്, എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കാനുള്ള കാര്യസ്ഥനെ കൊണ്ടുവന്ന കാറ്റ്, പുതിയ നിയമസഭയുടെ ഉദ്ഘാടനം നടത്തിയ കാറ്റ്, പിളർന്നിരിക്കുന്ന അഗ്നിജാല പോലെ ഹല്ലേലൂയ കൂടിയിരുന്ന എല്ലാത്തിൻ്റെയും മേൽ ഹല്ലേലൂയ സ്തോത്രം മാർക്ക് ചെയ്ത, ഹല്ലേലൂയ മുദ്രയിട്ട, ഹല്ലേലൂയ സ്തോത്രം കാറ്റ്. ഈ കാറ്റ് ആരുടെയൊക്കെ മേളിൽ അടിച്ചോ അവരെല്ലാം ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരായി. പിന്നെ ഇവരെവിടെ ചെന്നാലും അവിടെ കൊടുങ്കാറ്റ് കൊണ്ടുവരും. ഇവരെവിടെ ചെന്ന് നിന്നാലും ജീവിതങ്ങളുടെ മേൽ ഇതൂതും. പാപത്തിന്റെ മാലിന്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പറന്നുപോകും. ഈ കാറ്റും കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ ഇച്ചിരി തീക്കനലും ചാരവും മൂടിക്കിടക്കുന്ന ഏതേലും ഉണ്ടെങ്കിൽ അതങ്ങ് ജ്വലിച്ച് കത്തും. ഉണ്ടോ ഈ കാറ്റകത്ത്? ഉണ്ടോ ഈ കാറ്റ്? ഹല്ലേലൂയ. സ്തോത്രം. അതേ ദൈവമക്കളെ, ദൈവത്തിന്റെ കാറ്റ് ചിലതിനെ കൊണ്ടുവരുന്ന കാറ്റാണ്, ചിലതിനെ ഉറപ്പിക്കുന്ന കാറ്റാണ്, വഴി തുറക്കുന്ന കാറ്റാണ്. അത് ഉണങ്ങിയ വഴി തുറക്കുന്ന കാറ്റാണ്, നമുക്ക് തൃപ്തി വരുത്തുന്ന കാറ്റാണ്, നമ്മുടെ പിന്മാറ്റത്തെ മാറ്റുന്ന കാറ്റ്, ചില പട്ടണങ്ങളെ ദൈവകൃപയിലേക്ക് മുഴങ്കാലിലേക്ക് കൊണ്ടുവരുന്ന കാറ്റ്, നമ്മെ മരണം കാണാതെ എടുപ്പിക്കുന്ന കാറ്റ്, നമ്മളെ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുന്ന കാറ്റ്, നമുക്ക് ഇരട്ടി പങ്ക് തരുന്ന കാറ്റ്, ചില മെലിത്തകൾക്ക് അനുഗ്രഹമാകുന്ന കാറ്റ്, ചിലതിനെയൊക്കെ കുടഞ്ഞു കളഞ്ഞ് കരിച്ചു കളയുന്ന കാറ്റ്, പെരുങ്കാറ്റ് പലതിനെയും ചിതറിക്കുമ്പോൾ ഇവിടെ ഇതാ യെരൂശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന ഒത്തിരി എണ്ണത്തിനെ മാളിക മുറിയിലേക്ക് ആകർഷിച്ച കാറ്റ്, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാളിക മുറിയിൽ ഇറങ്ങി ഊതിയ കാറ്റ് ഇന്നും നമ്മളിലൂടെ ഊതിക്കൊണ്ടിരിക്കുന്നു. അതിന്നും നിന്നു പോയിട്ടില്ല, അതിന്നും അവസാനിച്ചു പോയിട്ടില്ല. ഈ കാറ്റ് ചിലർക്ക് വഴി തുറക്കുന്ന കാറ്റായി, ചിലർക്ക് തൃപ്തി വരുത്തുന്ന കാറ്റായി, ചില പട്ടണങ്ങളെ മടക്കിക്കൊണ്ടുവരുന്ന കാറ്റായി. ഹല്ലേലൂയ. ചിലർക്ക് ഇരട്ടി പങ്ക് കൊടുക്കുന്ന കാറ്റായി. ഹല്ലേലൂയ. പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന കാറ്റായി, ചില ഷണ്ണന്മാരെ ഹല്ലേലൂയ മടക്കി വരുത്തുന്ന കാറ്റായി. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ചിലരുടെ ഹല്ലേലൂയ ഹല്ലേലൂയ കെട്ടഴിക്കുന്ന കാറ്റായി. ഹല്ലേലൂയ. ചില ഇടങ്ങളിൽ പോകുന്ന ഇടങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിക്കുന്ന കാറ്റായി നമ്മളിൽ നിന്ന് നിറഞ്ഞു പുറത്തേക്ക് വരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കാറ്റ് 4 വശത്തുനിന്നും ഊതിയാൽ നിഹതന്മാർ ജീവിക്കും,
നിഹതന്മാർ ജീവിക്കും. അസ്ഥിത്താഴ്വരയിൽ ഹല്ലേലൂയ ഇതൂതിയാൽ ഹല്ലേലൂയ നാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 4 വശത്തും ഇരിക്കുകയാണ്. ഹല്ലേലൂയ അവിടെ നിന്ന് ഈ കാറ്റ് അസ്ഥിത്താഴ്വരകളിലേക്ക് ഊതിയാൽ അവിടെ നിന്ന് ചില നിഹതന്മാർ ജീവിച്ച് സൈന്യം പുറപ്പെടും. സൈന്യത്തെ പുറപ്പെടുവിക്കുന്ന കാറ്റ് എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.